ദോഹയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ വൈറ്റ് ഹൌസിൽ ട്രംപ് നെതന്യാഹു നിർണായക കൂടിക്കാഴ്ച. ഗസയിൽ നിന്നും ഒഴിയാൻ ആഗ്രഹിക്കുന്ന പാലസ്തീനികൾക്ക് അതിനുള്ള അവസരമുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പലസ്തീനികളെ മാറ്റുന്ന കാര്യത്തിൽ ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങൾ സഹകരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി കൂടുതൽ ചർച്ചകൾക്ക് പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ട്രംപ് അറിയിച്ചു. ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ പുരസ്കാരത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്തു. മധു, ഈ വിഷയത്തിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയത്. ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യുന്നു, മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഏത് രീതിയിലാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നത്? ക്രിസ്റ്റ്യന, ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഇറാനെതിരെ ഒരു സംയുക്ത വ്യോമാക്രമണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അമേരിക്ക നടത്തിയതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ വൈറ്റ് ഹൗസിൽ എത്തിയ ബെഞ്ചമിൻ നെതന്യാഹു അക്ഷരാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനെ ഞെട്ടിച്ചു എന്നാണ് നമുക്കറിയുവാൻ സാധിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാന സമ്മാനത്തിന് ആയിട്ടുള്ള നാമനിർദ്ദേശം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ നോബൽ സമ്മാന കമ്മിറ്റിക്ക് അയച്ച കത്ത് അയച്ചതായിട്ട് മാധ്യമങ്ങളോട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതുപോലെ ഈ പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് വലിയ തോതിൽ ഉള്ള ട്രംപിന്റെ ടീമും ഒക്കെ വൈറ്റ് ഹൗസിൽ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടയിൽ ഇസ്രയേലും യുഎസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നെതന്യാഹു വിശദമായി സംസാരിച്ചു. അതേപോലെ ഈ നാമനിർദ്ദേശത്തെക്കുറിച്ച്, ഈ നോബൽ സമ്മാന നാമനിർദ്ദേശത്തെക്കുറിച്ച് അറിയില്ലെന്നും അതിന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നന്ദി പറയുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ നാമനിർദ്ദേശം ചെയ്ത കത്തിന്റെ കോപ്പി ബെഞ്ചമിൻ നെതന്യാഹു കൊണ്ടുവന്നിരുന്നു. അത് സ്വീകരിക്കുകയും ചെയ്തു. ഇറാന്റെ ഇനി ഒരു ഭീഷണി പശ്ചിമേഷ്യയിൽ ഉണ്ടാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അത് മാത്രമല്ല, അടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ആഴ്ചകളിൽ അധികം വൈകാതെ തന്നെ ഇറാനും അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. കൃഷ്ണ റീജിത്ത് അറിയാമല്ലോ, അമേരിക്ക വളരെ കാലമായി പിന്തുണയ്ക്കുന്ന ഒരു നയമാണ് ഈ 2 സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലി പാലസ്തീനികൾക്കിടയിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്ത്രപൂർവ്വം ആ ചോദ്യം നെതന്യാഹുവിന് കൈമാറുകയായിരുന്നു. നെതന്യാഹു പറഞ്ഞത് മൊത്തത്തിലുള്ള സുരക്ഷ എല്ലായ്പ്പോഴും ഇസ്രയേലിന്റെ കൈകളിലായിരിക്കുമെന്നാണ്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ദ്വിരാഷ്ട്ര നയത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. നിർണായകമായ കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്.